ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കുടുംബത്തിന്റെ അപ്പീൽ. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. CBI അന്വേഷണം വേണമെന്നതാണ് ആവശ്യം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, മഞ്ജുഷ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ ഒരു ഹർജി ഉണ്ടായിരുന്നു. അത് സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം അപ്പീൽ നൽകിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. CBIക്ക് ഈ അന്വേഷണം വിടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒപ്പം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നും അവർ ആവശ്യപ്പെടുന്നു. പല കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരാൻ ഉണ്ട് എന്നാണ് ഹർജിയിൽ അവർ ആരോപിക്കുന്നത്. SIT നടത്തുന്ന അന്വേഷണം അത് കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയാക്കുമെന്നും മഞ്ജുഷ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ഈ കേസ് കൃത്യമായി CBIക്ക് തന്നെ വിടണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. അത് ഒപ്പം തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് റദ്ദാക്കണം എന്നുള്ള കാര്യവും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി അത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് വരും. അതിന്മേൽ CBIക്കും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും നോട്ടീസ് പോകും. അതിന്റെ മറുപടി കൂടി കിട്ടിയ ശേഷം വിശദമായ വാദം കേട്ട് പിന്നീടാകും ഇത് CBIക്ക് വിടണമോ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ നിയമ നടപടികളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. അവരെന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കുടുംബം നൽകിയിരിക്കുന്ന അപ്പീലിന്റെ വാർത്ത. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നു. ഈ കേസിൽ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം നിരാകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കെ മഞ്ജുഷ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.